താഴമ്പൂ മഴയുള്ള തണുപ്പുള്ള രാത്രിയിൽ രണ്ടെണ്ണം അടിക്കാനായി വേഗം വിളിക്കൂ. വന്നല്ലോ വന്നല്ലോ ഫോൺ കോള് വന്നല്ലോ, രണ്ടെണ്ണം അടിക്കാനായി ഫോൺ കോള് വന്നില്ലല്ലോ. വേറെ ആരാണല്ലോ. ഹലോ, ആ എന്തുണ്ട്, എവിടെ ഉണ്ട്? ഞാൻ വീട്ടിലുണ്ട്. അതെ, ഇത് അങ്ങനല്ല ഞാനൊന്ന് ഇങ്ങനെ തെറി വിളിക്കല്ലേ. ഇയാളെന്താ റേഡിയോ അങ്ങോട്ടൊന്നും പറയാനുള്ള, ഇങ്ങോട്ട് പറഞ്ഞേക്കുമ്പോ ഇത് കഴിഞ്ഞില്ലേ? എന്താ ഏട്ടാ? ഇടി, ഞാൻ എന്റെ കാശിന് വെള്ളം അടിക്കുന്നു, വഴക്കടിക്കുമ്പോ നീ എന്നെ തല്ലുന്നുണ്ട്, ഞാൻ നിന്നെ ചീത്ത പറയുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതാരും എന്നെ വിളിച്ച് തെറി പറയാൻ ഇയാളാരാ? ചേട്ടനെ രണ്ടെണ്ണം പറയല്ലോ. നിനക്കറിയാൻ പാടില്ലേ, ആ ഒരു ഫ്ലോ കിട്ടണമെന്നുണ്ട് എനിക്ക് രണ്ടെണ്ണം അടിക്കണം. കൂടാതെ ഇയാൾ നിർത്തിയാലേ എനിക്കിതിന് പറയാൻ പറ്റൂ. ചേട്ടൻ ഇങ്ങതാ, ഞാൻ സംസാരിക്കാം. അത് വേണോ? നിങ്ങൾ ഇങ്ങോട്ട് ആ മനുഷ്യ. ഹലോ എടേ, അത് മ്യൂട്ട് മാറ്റ്. ഹലോ, താനാരോട് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ? എന്റെ ചേട്ടൻ കള്ളു കുടിക്കും, ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കും. അത് പറയും താനാരാ? താൻ തന്റെ വീട്ടിലെ കാര്യം നോക്കിയോ, ഞങ്ങളുടെ വീട്ടിലെ കാര്യത്തിൽ ഇടപെടണ്ട കേട്ടോ. താൻ തന്റെ പെണ്ണുമ്പിള്ളയുടെ കാര്യം നോക്കിയോ, ഞങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കണ്ട. എക്കടെ പറ്റി ഫോൺ? അല്ല പിന്നെ ഫോൺ വിളിച്ചിരിക്കുന്നു. ഇടി, ഇങ്ങോട്ട് വന്ന കോളാ, ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല. അതല്ല പറഞ്ഞത്. അല്ല, അയാൾ ആരാ നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ? അല്ലേ, ഇത് തന്നെയാ ഞാനും ചോദിച്ചേ. പക്ഷെ ഒരു ഗ്യാപ്പ് വരണ്ടേ പുള്ളി? തുരിതരാന്ന് തെരുവിളിയല്ലായിരുന്നോ? നിങ്ങൾ വെള്ളം അടിക്കും, എന്നെ അടിക്കും, അതല്ല എന്നെ വഴക്ക് പറയും. ഇതെല്ലാം നമ്മൾ ചെയ്യും. അതൊക്കെ നമ്മുടെ കുടുംബത്തിലെ കാര്യം. അതൊക്കെ കയറി ഇടപെടാൻ അയാളാരാ? അത് തന്നെയാണ് ഞാൻ എന്റെ സംശയവും. അയാളാരാ? അതുമല്ല, ചേട്ടന് വേറൊരാൾ പറയുന്നത് എനിക്കിഷ്ടമല്ല. അല്ല പിന്നെ നീ ഉണ്ടല്ലോ പറയാനായിട്ട്. അതൊക്കെ വേറെ കാര്യം. അല്ല, സത്യത്തില് ഇതാരാ വിളിച്ചത്? നിനക്കറിയാന്നാണ് പിന്നെ. എനിക്കറിയാം ആളോ? അതാരാ? നിന്റെ അച്ഛൻ. എന്റെ അച്ഛനോ? സത്യമായിട്ട് നിന്റെ അച്ഛൻ തന്നെയാ. പുള്ളിയുടെ നമ്പറിൽ നിന്ന് വിളിക്കാതെ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചേക്കാം. കാരണം പുള്ളിയുടെ നമ്പർ വിളിച്ചാൽ ഫോൺ എടുക്കില്ലെന്ന് പുള്ളിക്കറിയാം. എന്റെ അടുത്ത് അവരുടെ നമ്പർ. പക്ഷെ നീ വന്നാ ഫോൺ എടുത്തില്ലായിരുന്നെങ്കിൽ എന്റെ പൊന്നു പോളെ ആര്യയെ ഞാൻ നാറിപ്പോയേനെ. അപ്പൊ ഇത്രയും നേരം ചീത്ത വിളിച്ച ഞാൻ എന്റെ അച്ഛനെ ആയിരുന്നല്ലേ? തീർച്ചയായിട്ടും. ഇനി രണ്ടെണ്ണം അടിച്ചിട്ട് വന്നിട്ട് വേണം എന്റെ ഫ്ലോയിൽ എനിക്ക് പുള്ളിയെ രണ്ടെണ്ണം പറയാനായിട്ട്. ഗുഡ് ബൈ.